വിശദമായ വാർത്തകളിലേക്കാണ്. പരീക്ഷാ ക്രമക്കേടുകളിൽ കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ഇന്ന് ചർച്ച നടക്കും. ചർച്ചയോട് സഹകരിക്കാമെന്ന് പ്രതിപക്ഷം ഉറപ്പ് നൽകിയിട്ടുണ്ട്. 6 മണിക്കൂറായിരിക്കും ചർച്ച. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും പ്രതിപക്ഷം സഹകരിക്കാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബില്ലിന്മേൽ എന്ത് നിലപാടായിരിക്കും പ്രതിപക്ഷം എടുക്കുക എന്നതാണ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. നമുക്കറിയാം, ഇന്നലെ വലിയ പ്രതിഷേധമാണ് പാർലമെന്റിൽ ഉണ്ടായത്. രാവിലെ സഭ തുടങ്ങിയത് മുതൽ തന്നെ പ്രതിപക്ഷം ശക്തമായ ബഹളവുമായി രംഗത്തെത്തി. ഈ ബഹളത്തിനിടയിലാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചത്. പിന്നീട് ഇന്നലെ തന്നെ ബില്ലിൽ ചർച്ച നടത്താനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷം ബഹളം തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നീട് ഇന്നലെ 5 മണിക്ക് സഭ ഇന്നത്തേക്ക് പിരിയുകയാണ് ചെയ്തത്. ഇന്നലെ സ്പീക്കർ ഇതിനുശേഷം, അതായത് 2 മണിക്ക് ഈ ചർച്ച നടത്താമെന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ 2 മണിക്ക് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ പിന്നീട് 5 മണിയിലേക്ക് മാറ്റിയിരുന്നു. ഇതിനിടയിൽ സ്പീക്കർ ഓം ബിർള വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലാണ് പ്രതിപക്ഷം ഈ ബില്ലിന്മേലുള്ള ചർച്ചയിൽ സഹകരിക്കാമെന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിട്ടുള്ളത്. കാരണം ഈ ബില്ല് എത്രയും വേഗം പാസ്സാക്കണമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ഏതായാലും അക്കാര്യത്തിൽ ഇന്നിപ്പോൾ പാർലമെന്റിൽ ചർച്ച നടക്കുകയാണ്. 6 മണിക്കൂറായിരിക്കും ചർച്ച നടക്കുക എന്നുള്ളതാണ് ഇന്നലെ തന്നെ സ്പീക്കർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. എപ്പോഴായിരിക്കും ചർച്ച എന്നുള്ളത് സ്പീക്കറായിരിക്കും തീരുമാനിക്കുക. ഇനിയിപ്പോൾ 11 മണിക്ക് സഭാ നടപടികൾ തുടങ്ങുമ്പോൾ തന്നെ ചർച്ച ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ സാധാരണ നടപടിക്രമങ്ങൾ അടിയന്തര പ്രമേയം അടക്കം ചോദ്യോത്തരവേള അടക്കം കഴിഞ്ഞിട്ട് ചർച്ച നടക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. ഇക്കാര്യത്തിൽ സ്പീക്കറായിരിക്കും തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഏതായാലും ബില്ലിൽ ഇന്ന് ചർച്ച നടക്കുമ്പോൾ അത് പ്രതിപക്ഷം പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾക്കുള്ള വേദിയാകുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് നിന്ന് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളായിരിക്കും പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ അവസാനം സംസാരിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ വേദിയായി ഈ ചർച്ച മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നേരത്തെയൊക്കെ പാർലമെന്റിൽ ചർച്ച വേണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിരുന്നതാണ്. പിന്നീട് അത് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ച ചർച്ച നടക്കാതെ പോയി. അതിനുശേഷം ഇന്നലെ ഈ ചർച്ച നടന്നേക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ആ ചർച്ച പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ അമിത്ഷാ പാർലമെന്റിൽ മറുപടി പറയണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത്. ആ ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാവിലെ സഭാ നടപടികൾ തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ വിഷയം ഉയർത്തി അവർ പ്രതിഷേധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഏതായാലും ചർച്ചയോട് സഹകരിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയതോടുകൂടി കേന്ദ്ര സർക്കാരിനും അത് വലിയ ആശ്വാസമാണ്. ഇന്നലെ ചർച്ച ഇല്ലാതെ പാസ്സാക്കാനുള്ളൊരു ആലോചന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പ്രതിപക്ഷം ഇത്തരത്തിൽ പ്രതിഷേധം തുടരുകയാണെങ്കിൽ, പക്ഷേ ഇന്നലെ പ്രതിപക്ഷം ഇതിനോട് വഴങ്ങിയതോടുകൂടിയാണ് ഇന്നലെ ആ നീക്കം കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചത്. അല്ലെങ്കിൽ ഇന്നലെ സഭ 5 മണിക്ക് ചേരുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം ബഹളമുണ്ടാക്കി പുറത്തു പോയാലും സഭ ഈ വേഗത്തിൽ ഈ ചർച്ചയില്ലാതെ പാസ്സാക്കാനുള്ള ഒരു ആലോചന കേന്ദ്ര സർക്കാരിൽ ഉണ്ടായിരുന്നു. പക്ഷേ സ്പീക്കർ സംസാരിച്ച് പ്രതിപക്ഷത്തെ കൂടി ഈ ചർച്ചയോട് സഹകരിക്കാമെന്ന് ഉറപ്പ് വാങ്ങിച്ചതോടുകൂടിയാണ് അത്തരമൊരു നീക്കം കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചത്. ഏതായാലും ഇന്നിപ്പോൾ അതിന്മേൽ ചർച്ച നടക്കും. നമുക്കറിയാവുന്ന പോലെ ഈ 2024 കൊണ്ടുവന്ന പൊതുപരീക്ഷാ നിയമത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ 2025 ഭേദഗതി കൊണ്ടുവരുന്നത്. അന്ന് ഈ ബില്ല് കൊണ്ടുവന്നിരുന്നെങ്കിലും അതിൽ വലിയ കാര്യമായ നടപടികളോ തുടർ നടപടികളോ ഒന്നും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CJP നടത്തിയ സമരം അത്
ശക്തമായതോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരം വീണ്ടും ഈ ബില്ലിൽ ഒരു ഭേദഗതി കൊണ്ടുവരാൻ, കടുത്ത ശിക്ഷകൾ ഉൾപ്പെടുത്താനുമൊക്കെ തീരുമാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ അസാധാരണമായ ഒരു അർദ്ധരാത്രി പുറത്തിറക്കിയ വീഡിയോയിലൂടെ ഈ നിയമം കൊണ്ടുവരും, ഈ സമ്മേളനത്തിൽ തന്നെ അത് പാസ്സാക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ഏതായാലും ഈ ബില്ലിലെ വ്യവസ്ഥകൾ ഈ ചോദ്യപേപ്പർ ചോർച്ച നടത്തുന്നവർക്കെതിരെ കർശന ശിക്ഷ ഉറപ്പാക്കുന്നതാണ്. നേരത്തെ 10 വർഷം തടവാണ്, 5 വർഷം തടവും 10 ലക്ഷം രൂപയും പിഴയുമാണ് ഈ കേസുകളിൽ പരമാവധി ശിക്ഷയായി നൽകിയിരുന്നതെങ്കിൽ പുതിയ നിയമ ഭേദഗതി പ്രകാരം അത് 10 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയുമായി ഉയരുകയാണ്. കുറഞ്ഞ തടവ് 3-ൽ നിന്ന് 5 വർഷമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ സ്ഥാപനങ്ങൾക്കുള്ള പിഴയും ശിക്ഷയും അതും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ക്രമക്കേടിൻ്റെ ഭാഗമാകുന്ന സ്ഥാപനങ്ങൾ ഇനി മുതൽ അതിൻ്റെ മേലധികാരികൾ, അതുമായി ബന്ധപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ 5 വർഷം തടവ് അനുഭവിക്കണം. മാത്രമല്ല 5 കോടി രൂപ പിഴയും ഒടുക്കണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ കോടതി ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. 8 വർഷത്തേക്ക് ഈ സ്ഥാപനത്തെ പൂർണ്ണമായും ഈ വിലക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് കോടതികളടക്കം സ്ഥാപിച്ച് എത്രയും വേഗം വിചാരണകൾ പൂർത്തിയാക്കി ഈ കേസിൽ പ്രതികളായവരെ ശിക്ഷിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിയമ ഭേദഗതി ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ബില്ല് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷവും അതിനോട് സഹകരിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോയത്. കാരണം ബില്ലിനെ എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ചർച്ച കൂടാതെ പാസ്സാക്കിയാൽ അത് പ്രതിപക്ഷത്തിനെതിരെ കേന്ദ്രം ആയുധമാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥതയില്ല എന്നുള്ള വിമർശനം ഭരണപക്ഷം ഉയർത്തും. അപ്പോൾ അതുകൂടി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചർച്ചയോട് സഹകരിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ. ഏതായാലും ഇന്ന് 6 മണിക്കൂർ ചർച്ച ഈ ബില്ലിൽ നടക്കും. അതിനുശേഷം രാജ്യസഭയിലും ബില്ല് കൊണ്ടുവരും. രാജ്യസഭയിലും സമാനമായി തന്നെ ചർച്ച നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് രാജ്യസഭയിലേക്ക് ബില്ല് പോയില്ലെങ്കിൽ അവിടെ സ്വാഭാവികമായും ഈ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷം തുടരുക തന്നെ ചെയ്യും. ശരി, വ്യക്തമാണ്. എന്തായാലും പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ഇന്ന് ചർച്ച നടക്കുകയാണ്. ചർച്ചയോട് സഹകരിക്കാമെന്ന് പ്രതിപക്ഷം ഉറപ്പു നൽകിയിട്ടുണ്ട്. 6 മണിക്കൂറായിരിക്കും ചർച്ചയുണ്ടാകുക. ചർച്ചയിൽ എന്ത് നിലപാടാണ് പ്രതിപക്ഷം എടുക്കുക എന്നതൊക്കെ തന്നെയാണ് ഏറെ ആകാംക്ഷയുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്. ഡൽഹിയിൽ പാർലമെന്റ് മാർച്ചിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. പോലീസ് നടപടിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് ഹർജികളിലെ ആവശ്യം. ഇന്നലെ കേസ് പരിഗണിച്ച കോടതി സമരക്കാർക്കെതിരെ ലാത്തിചാർജ് പാടില്ലായിരുന്നുവെന്ന് പരാമർശിച്ചിരുന്നു. പ്രതിഷേധങ്ങൾക്ക് നേരെ പോലീസിന് അമിത അധികാരം പ്രയോഗിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകാൻ കഴിയില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായി വാഷിംഗ്ടൺ സൗഹൃദപരമായ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. പ്രശ്നപരിഹാരത്തിന് വാഷിംഗ്ടൺ പാടുപെടുകയാണെന്നും ഇറാൻ പറഞ്ഞു. അതേസമയം ഇറാഖിലെ എർബിലിലുള്ള US കോൺസുലേറ്റിന് സമീപം 7 തവണ സ്ഫോടനമുണ്ടായ